അവിടുന്ന് കൊണ്ടുവന്ന. ഹായ്. നല്ല കളറ്. കളറ് നല്ലതാ, തുണി അത്ര പോരാ. പക്ഷെ ഒരെണ്ണത്തിനെ തികയത്തുള്ളു. നിനക്ക് ഒരെണ്ണം പോരെ? അല്ല നാത്തൂന് ഞാൻ ചുരിദാർ ഇടാറില്ലല്ലോ. അല്ല നാത്തൂന് പിന്നെ ചുരിദാർ ചേർത്തുമില്ലല്ലോ. ചേരൂല്ല എന്നല്ല, ഞാൻ ഇടാറില്ല, എനിക്ക് അത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇത് പക്ഷെ ഫോറിൻ തുണി ആയിട്ടൊന്നും തോന്നണില്ല ഇടർക്ക. പിന്നെ അത് ഫോറിൻ തുണിയാ, ഒന്ന് മണത്ത് നോക്കിക്കേ. ഫോറിനിലെ മണവാ. എന്താന്ന് ഇവളാദ്യം ഫോറിൻ മണം. പിന്നെ ഫോറിൻ തുണിക്കൊക്കെ ഒരു പ്രത്യേക മണവാ. പാവട്ടോ, ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതൊക്കെ. പിന്നെ എന്റെ മോളെ, ഞങ്ങളൊക്കെ ഇത് എന്തോരം കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഞങ്ങളുടെ അച്ഛൻ എന്തെല്ലാം ഫോറിൻ സാധനങ്ങളാ കൊണ്ട് തന്നില്ലടാ. അതിന് ഇവിടുത്തെ അച്ഛൻ ഫോറിനിലല്ലായിരുന്നല്ലോ, പട്ടാളത്തിലല്ലായിരുന്നോ? പട്ടാളത്തിനാണെങ്കിലും കേരളത്തിന് പുറത്തല്ലേ ഞങ്ങൾ. അങ്ങനെ അതാ. ഫോറിൻ തുണിക്ക് എപ്പോഴും ഒരു പ്രത്യേകത തന്നെയാ. മണം ഉണ്ടെങ്കിൽ എത്ര നാളായാലും ഇങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ആകെ 2 മീറ്റർ തുണിയാണോ നിന്റെ കുഞ്ഞമ്മ ഫോറിനിന്ന് വന്നപ്പോ തന്നത്? ഇത് മാത്രമൊന്നുമല്ല, കുറേ സാധനം തന്നു. പക്ഷെ എല്ലാം ഓരോന്നേ തന്നുള്ളു. എനിക്ക് ഒരെണ്ണം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു നാത്തൂനെ. പിന്നെ എങ്ങനെ ചോദിക്കും? ഏട്ടനാണെങ്കിൽ അതിനൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. സ്പ്രേ ഒരെണ്ണം കൂടെ ചോദിച്ചായിരുന്നേ, പക്ഷെ തന്നില്ല. എനിക്ക് ഒരെണ്ണം തന്നു, കാണിച്ചു തരാം. പിന്നെ അത് തയ്ക്കുമ്പോഴത്തേക്ക് മറ്റേ മേരി ചേച്ചിക്ക് തയ്ക്കണ പോലെ തയ്ക്കണ്ട, നല്ല ഫാഷനിൽ വേണം തയ്ക്കാൻ. ഞാൻ ഫാഷനിൽ തന്നെ എല്ലാം തയ്ക്കാറല്ലെങ്കിൽ. അങ്ങനെയല്ല, കഴുത്തിനൊക്കെ വേറൊരു മോഡൽ യൂട്യൂബിൽ നല്ല ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ മോഡലിലെ കഴുത്ത് വേണം തയ്ക്കാൻ. ഇതെന്താ? ഇതൊന്നും കൊള്ളൂല, വട്ടക്കഴുത്താ നല്ലത്. പിന്നെ നാത്തൂന് വട്ടക്കഴുത്ത് മാത്രമേ തയ്ക്കാൻ അറിയുള്ളൂ. ഇത് പുതിയ ഫാഷനാ. ഈ തുണിയിൽ തയ്ച്ചാൽ നല്ലതായിരിക്കും. ഇതിന് പാന്റ് വേണ്ടേ? പാന്റ് ഞാൻ ആ കളറിലെ ലെഗിൻസ് എടുത്തോളാം. എന്നാ വാ, അളവെടുക്കാം. ഇപ്പൊ പറഞ്ഞോ? പിന്നെ ഒന്നാലും മതി. അല്ല വേണ്ട, ഇപ്പൊ തന്നെ വരാം. എനിക്ക് മറ്റൊന്ന് തയ്ച്ചു തരണേ. മറ്റൊന്ന് ഇത് ചാർത്തിക്കൊണ്ട് എവിടെ പോകാൻ? എവിടെയെങ്കിലും പോയിക്കോളാം.